ഗുഡ് മോർണിംഗ്. എല്ലാവർക്കും സുഖമല്ലേ? ഞാൻ ഇന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത് എൻ്റെ വീട്ടിലുള്ള പുകയമില്ലയെ കുറിച്ചാണ്. പുകയമില്ല എന്ന് പറയുന്ന പല കളറിൽ പുകയമില്ലകളുണ്ട്. എനിക്ക് കുറേ കളക്ഷൻസും ഉണ്ട്. ഗാർഡനും ചെടികളും പൂക്കളും ഒക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇതിൻ്റെ ഇടയിൽ കൂടെ നടക്കുമ്പോൾ നമ്മുടെ കുറേ സങ്കടങ്ങളും പ്രയാസങ്ങളും ഒക്കെ മാറിക്കിട്ടും. നിങ്ങൾക്കും അങ്ങനെയാണെന്ന് ഞാൻ വിചാരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ കമൻ്റ് ഇടണേ. ഞാൻ ഇന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത് ബട്ടർകപ്പ് എന്ന് പറയുന്ന ഈ പുകയമില്ലയാണ്. ഇതിൻ്റെ ഭംഗി എന്ന് പറഞ്ഞാൽ ഇതിന് ഇടയ്ക്കൊരു വെള്ള കളർന്ന ഒരു ഇതോടാകുമ്പോൾ ഇതിന് കൂടുതൽ ഭംഗി തരുന്നുണ്ട്. ഇതിന് ബട്ടർകപ്പ് എന്ന് പറയുന്നത് ഇതിന് കപ്പിൻ്റെ ആകൃതി ഉള്ളത് കൊണ്ടാണ് ഇതിന് ബട്ടർകപ്പ് എന്ന് പറയുന്നതെന്ന് തോന്നുന്നു. വളരെ ഭംഗിയുള്ള പൂക്കൾ. എല്ലാവർക്കും ഈ പൂക്കൾ ഭയങ്കര ഇഷ്ടമാണ്. എനിക്കും ഇഷ്ടമാണ്. പിന്നെ കണ്ടോ, ഇപ്പം ഞങ്ങളുടെ ഒരു പൂച്ചക്കുട്ടിയാണ്. എൻ്റെ പുറകെ ഏത് നേരവും കാണും. ഞാൻ എന്ത് കാര്യം ചെയ്താലും അവൻ എൻ്റെ അടുത്ത് തന്നെ ഉണ്ടാവും. എൻ്റെ പേരാണ് സാഷ. അയ്യോ, ഭയങ്കര വികൃതിയാണ്. പിന്നെ മീൻ കൊടുക്കാനുള്ള ബഹളമായിരുന്നു. അത് അവനെ ചാടിപ്പോയി. പിന്നെ എന്നാ, അയ്യോ, പൂ ഒഴിഞ്ഞു പോയല്ലോ. അപ്പോൾ ഇവിടെ തന്നെ വെച്ചേക്കാം. നിങ്ങൾക്കിങ്ങനെ ഉള്ള സ്വഭാവം ഉണ്ടോ? ഈ പൂ ഒഴിഞ്ഞു പോകുമ്പോൾ എനിക്ക് സങ്കടമാണ്. ഞാനത് വീണ്ടും അതിൻ്റെ അടുത്ത് വയ്ക്കും. പിന്നെ വേനൽക്കാലത്താണ് ഇതിന് കൂടുതലും പൂക്കളുണ്ടാകുന്നത്. കാണാൻ വളരെ ഭംഗിയാണ്. ഇതിന് ബൊഗെയ്ൻവില്ല പേര് മാത്രമല്ല ഇതിന് അറിയപ്പെടുന്നത്, കടലാസ് ചെടി എന്നും പറയപ്പെടുന്നുണ്ട്. ഇതിന് ഞാൻ വളമായിട്ട് എല്ലുപൊടി ഇടാറുണ്ട്. പിന്നെ പൂക്കളുണ്ടാകാൻ വേണ്ടി ഡാപ്പിടാറുണ്ട്. ഇത്രയൊക്കെയാണ് എനിക്ക് ഈ ചെടിയെക്കുറിച്ച് അറിയാവുന്നത്. കൂടുതലായിട്ടൊക്കെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ഇടണം. ഇനിയും പലതരത്തിലുള്ള പൂക്കളുണ്ട് എനിക്ക്. ഓരോ ദിവസവും ഞാൻ ഓരോ പൂക്കളുമായിട്ട് നിങ്ങൾക്കിടയിലേക്ക് വരുന്നതായിരിക്കും.